ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ നെക്സ്റ്റ് 1 വീക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പുതിയ ആഴ്ച തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജി അടുത്ത ആഴ്ചയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ അടുത്ത ആഴ്ച നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് നോക്കാം. ഹെർമിറ്റാണ് ആദ്യം തന്നെ കിട്ടിയ കാർഡ്. 3 of Pentacles, 9 of Swords, 8 of Swords, Page of Wands, the Emperor, Eight of Pentacles. ബോട്ടം വന്നിട്ടുള്ളത് 9 of Wands ആണ്. നമുക്ക് ഓറക്കിൾ കാർഡ് കൂടി ഒന്ന് നോക്കാം. മൂവിങ് ഓൺ വന്നിട്ടുണ്ട്. അതോറിറ്റി, പേഷ്യൻസ് ആൻഡ് പ്ലാനിങ്, പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ്, ഇൻട്യൂഷൻ വന്നിട്ടുണ്ട്. ബോട്ടം ചൂസ് വൈസ്ലി എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ വന്നിട്ടുള്ള ഹെർമിറ്റ് ആണ്. അപ്പോൾ കുറച്ച് അധികം ആൾക്കാരും അവരുടെ ആ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വളരെയധികം ഫലം ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സോൾ പർപ്പസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആൾറെഡി കുറച്ചധികം ആൾക്കാർ അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊരു സന്യാസിയുടെ ആ ഒരു മോഡിലായിരിക്കും. പല കാര്യങ്ങളും നിങ്ങൾ നേരത്തെ ചിലപ്പോൾ ശരിക്കും എടുത്തുചാടി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വളരെയധികം ആലോചിച്ച് മാത്രം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കും. അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. എന്ത് തന്നെ കാര്യങ്ങൾ വന്നാലും നിങ്ങൾ പെട്ടെന്നൊന്നും എടുത്തുചാടി ഒരു കാര്യവും ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. എല്ലാം ആലോചിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ 3 of Pentaclesന്റെ എനർജി വന്നിട്ടുണ്ട്. ചില ആൾക്കാർ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ സാധ്യതയുണ്ട്. അതിൽ വേറെ കുറച്ച് ആൾക്കാരെയും കൂടി ചേർത്ത് ഒരു ബിസിനസ് തുടങ്ങാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. അങ്ങനെ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് സക്സസ് ആയിരിക്കാം എന്നാണ് കാണുന്നത്. നമുക്ക് നോക്കാം, അതിൻ്റെ ഒരു ക്ലാരിറ്റി എടുത്ത് നോക്കാം. നിങ്ങളല്ലെങ്കിൽ ഒരുമിച്ച് ജസ്റ്റിസാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ ശരിക്കും നെഗറ്റീവ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുമെന്ന് കാണുന്നത്. കാരണം ഈ കുറച്ചധികം ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും നിങ്ങളുടെ മനസ്സിന് ചേർന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയുമായി മാച്ച് ആകുന്ന കുറച്ച് ആൾക്കാരെ നിങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു അപ്പോൾ ജസ്റ്റിസ് അതിനുള്ള ജസ്റ്റിസ് വരുന്നു എന്നാണ് കാണുന്നത്. പിന്നെ 9 of Swordsന്റെ എനർജിയാണ്. അപ്പോൾ കുറച്ചധികം ആൾക്കാരും ശരിക്കും ഒരു പെയിൻഫുള്ളായിട്ടുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നു. നിങ്ങൾ ദുസ്വപ്നങ്ങൾ കാണുന്നുണ്ട്, ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ പാസ്റ്റിൽ സംഭവിച്ചു പോയ എന്തോ ഒരു കാര്യത്തിന് ആലോചിച്ചിട്ടാണെന്ന് കാണുന്നുണ്ട്. പക്ഷെ അത് എൻഡ് ആകാൻ പോകുന്നുണ്ട്. 9 of Swords ആണ്. 9 ഒരു എൻഡിങ് ആണ് കാണുന്നത്. ഇതിന് ഒരു ബോട്ടം വന്നിട്ടുള്ള 9 of Wands ആണ്. അതും അപ്പോൾ അത് നിങ്ങളുടെ ഒരു കാത്തിരിപ്പാണ്. അത് എന്താണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 4 of Wandsനെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. നിങ്ങളിൽ നിന്നും വിട്ടുപോയ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ കാത്തിരിക്കുന്നത്. ശരിക്കും ഇതൊരു സോൾ കണക്ഷനുള്ള ഒരു ബന്ധമാണത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ വളരെ അഡിക്റ്റഡ് ആയി പോയിട്ടുണ്ടായിരിക്കാം. ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയി എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ
പാസ്റ്റിലുണ്ടായിരുന്നത് പോലെയുള്ള ഒരു സ്നേഹം ആ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നില്ല എന്ന് കാണുന്നുണ്ട്. അങ്ങനെ തരുന്നില്ല എങ്കിൽ, ആ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയി എങ്കിൽ ആ ആൾ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇതൊരു സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. അങ്ങനെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. പിന്നെ 8 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ് ഇത്. നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഫ്രീ ആകാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളെ കെട്ടിയിരിക്കുന്ന, നിങ്ങൾ സ്വയമോ അല്ലാതെ മറ്റുള്ള ആൾക്കാരോ ഒരു നിങ്ങളൊരു ട്രാപ്പിൽ പോലെ നിങ്ങളെ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്ന് നിങ്ങൾ ഫ്രീ ആകാൻ പോകുന്നു. എന്തിനാണ് അത്? ഇപ്പോൾ സമയമായി എന്നുള്ളതാണ്. ആ ഒരു ട്രാപ്പിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നുണ്ട് എങ്കിൽ അതിന്ന് പുറത്തിറങ്ങാനുള്ളൊരു സമയമായി എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഈ സമയം, ഈ ഒരു നെക്സ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ ഈ കമ്മിങ് വീക്കിൽ നിങ്ങൾ ഇത് പുറത്തേക്ക് ഇറങ്ങും എന്നാണ് കാണുന്നത്. പിന്നെ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോഴാണോ ഇത് നിങ്ങൾ കാണുന്നത് ആ സമയം നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ സമയം നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ടാരോ എപ്പോഴും ഒരു ഗൈഡൻസ് ആണ് നമുക്ക് തരുന്നത്. ടാരോ പ്രഡിക്ഷൻസ് ഒക്കെ നമ്മളുടെ എനർജി എങ്ങനെ ഇരിക്കും അതിനനുസരിച്ചാണ് നമ്മളിത് ഒരു ഗൈഡൻസ് തരും. ഇതിങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളതിൽ കുറേ ഡൗട്ട് വെച്ചിട്ട് അതങ്ങനെ വരുമോ, ഇതിങ്ങനെ വരുമോ, എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയല്ലേ, പിന്നെ അല്ലെങ്കിൽ എല്ലാവരും ഇതാണ് പറയുന്നത്, എന്തുകൊണ്ട് അത് നടക്കുന്നില്ല എന്നൊക്കെയുള്ള ആ ഒരു കമൻറ്റ് വരുമ്പോൾ തന്നെ അത് നെഗറ്റീവായി പോകും. പിന്നെ നിങ്ങൾക്ക് അത് ഒരിക്കലും നിങ്ങൾക്കത് റെസണേറ്റ് ചെയ്യില്ല. അപ്പോൾ മനസ്സിലാക്കുക, ഇതൊരു ഗൈഡൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം, ഒരു നല്ല കാര്യം നിങ്ങൾക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ ഒരു കാർഡ്സ് എല്ലാം നിങ്ങളുടെ മുന്നിൽ വെച്ച് ഷഫിൾ ചെയ്തെടുത്ത് ചെയ്യുന്നതാണ്. അല്ലാതെ ഞാൻ കാർഡ് നിങ്ങൾ കാണാതെ അല്ല ഈ കാർഡ് എടുക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഈ കാർഡ് എടുക്കുന്നത്. അപ്പോൾ ആ കാർഡിൽ വരുന്ന ആ കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക. ഈ ഗൈഡൻസ് നിങ്ങൾ സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫലം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പേര് ഓഫ് ഫണ്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യം പുതിയതായി പഠിക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയതായി തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ആഘോഷത്തിലാണ്, സന്തോഷത്തിലാണ്, ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. നോക്കട്ടെ എന്താണ്, 8 ഓഫ് പെൻറ്റക്കിളാണ്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി സാധ്യതയുള്ള എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ആൾറെഡി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന എന്തോ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുന്നതും ആകായത്. നിങ്ങളൊരു ഡിഗ്രിയോ അങ്ങനെ എന്തെങ്കിലും, നിങ്ങൾ ഒരു BBA MBA അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പകുതി വെച്ച് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അത് അത് നിങ്ങൾ പിന്നീട് എഴുതാം എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് അത് മാറ്റി വെച്ച് അതിനേക്കാളും പ്രയോറിറ്റി ഇതിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി കിട്ടാൻ പറ്റുന്ന എന്തോ ഒരു കോഴ്സാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റുന്ന എന്തോ ഒരു കോഴ്സ് നിങ്ങൾ ചേരുന്നുണ്ട്, അങ്ങനെ കാണുന്നുണ്ട് ചില ആൾക്കാർ. പിന്നെ എംബറാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ആ ഒരു പൊസിഷൻ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നു എന്ന് കാണുന്നുണ്ട്. പല ആൾക്കാർക്കും ഇതൊരു പ്രൊമോഷൻ കിട്ടാനും സാധ്യതയുണ്ട്. പ്രൊമോഷൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പ്രൊമോഷൻ കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. എന്താണ് എന്ന് നോക്കാം. മറ്റുള്ളവർ നിങ്ങൾ എന്തായാലും റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ഒരു ഇതിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. 10 ഓഫ് പെൻറ്റക്കിളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സാലറിയൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു സാലറി, നിങ്ങളുടെ ഇൻകം വർദ്ധിക്കുന്നു എന്ന് കാണുന്നുണ്ട് ഈ ഒരു നെക്സ്റ്റ് വീക്കിൽ. പിന്നെ 8 ഓഫ് പെൻറ്റക്കിളാണ്. തീർച്ചയായിട്ടും അത് 8 ഓഫ് പെൻറ്റക്കിൾ വീണ്ടും വന്നിട്ടുണ്ട്. നിങ്ങളൊരു വെയിറ്റിംഗ് എനർജിയിലാണ്. നിങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. 2 ഓഫ് കപ്സ്. അപ്പോൾ പല ആൾക്കാരും ഇതിലൊരു യൂണിയൻ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് വീണ്ടും വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അത് പലർക്കും ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ ആ റിലേഷനിലുള്ള വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു യൂണിയൻ ഈ ആഴ്ച സംഭവിക്കും എന്ന് കാണുന്നുണ്ട്. പിന്നെ മൂവിങ് ഓണാണ്. നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്.
നിങ്ങൾ ഇപ്പോൾ എന്ത് വിഷമഘട്ടത്തിലാണ് നിങ്ങൾ ഉള്ളതെങ്കിലും നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നു എന്ന് കാണുന്നുണ്ട്. സ്ട്രെങ്ത് ആണ്. അപ്പോൾ നിങ്ങളെ ആരെങ്കിലുമൊക്കെ ശരിക്കും ഒരു പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ ശരിയാവില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളത് ഒരു മനസ്സ് വിഷമിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാരണത്താൽ ഒരു ശരിക്കും ഒരു ആക്ഷൻ എടുത്ത് ഒരു തീരുമാനം എടുത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. സ്ട്രെങ്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ട്രെങ്ത് വരുന്നത്. നിങ്ങൾക്ക് ലൈഫിൽ സ്ട്രെങ്ത് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനം കൃത്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് കാണുന്നുണ്ട്. പിന്നെ അതോറിറ്റിയാണ്. അപ്പോൾ അതാണ് ഇവിടെ എംപററും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എംപറർ അതോറിറ്റി എന്ന് പറയുന്ന കാർഡാണ് എംപറർ യഥാർത്ഥത്തിലുള്ള ടാരോയിൽ. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പ്രമോഷൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് നിങ്ങൾ ചെയ്യുന്ന ജോലി അനുസരിച്ചിരിക്കും. അതിൽ നിങ്ങൾക്ക് പ്രമോഷൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. എന്തായാലും സാലറി കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ പാസ്റ്റിൽ പെട്ടെന്ന് എടുത്തിയാടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളതൊക്കെ മതിയാക്കി ശരിക്കും ഒരു പ്ലാനിങ്ങോടുകൂടി ക്ഷമയോടുകൂടി ഇരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സ്റ്റാറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സ്റ്റാർഡം കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. ആൾറെഡി എംപററാണ്. അപ്പോൾ ശരിക്കും നിങ്ങളൊരു സ്റ്റാർ സീഡാണ്. നിങ്ങളൊരു നക്ഷത്രമാണ്. ഒരു നക്ഷത്രം ജ്വലിക്കാൻ പോകും. നിങ്ങളൊരു നക്ഷത്രത്തെ പോലെ ജ്വലിക്കാൻ പോകുന്ന ഒരു സമയമാണ്. പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളും നിങ്ങൾ ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളത് മറന്നു പോയിട്ടുണ്ടായിരിക്കാം. പാസ്റ്റിൽ നിങ്ങളോട് മിസ്റ്റേക്സ് ചെയ്ത ആൾക്കാരോട് നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ആ ക്ഷമ നിങ്ങളെ ഫൊർഗീവ് ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉയർച്ചയാണ് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. ശരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണോ അത് സാധിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാറും സ്ട്രെങ്തും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും അഫർമേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം, മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം, വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കാം. അതിൻ്റെ ഫലം ഈ സ്റ്റാറിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ വളരെ പേഷ്യൻസോടുകൂടി പ്ലാൻ ചെയ്ത കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അടുത്ത പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡാണ്. അപ്പോൾ പല ആൾക്കാരും ഒരു വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഒരു വിസ പ്രോസസ്സിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് അത് എല്ലാം കംപ്ലീറ്റ് ആകുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളൊരു കടൽ യാത്രയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെ ശരിക്കും കടൽ കടന്നൊരു യാത്രയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. സക്സസ് ആണെന്നാണ് കാണുന്നത്. നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. അപ്പോൾ വേറൊരു രാജ്യത്തേക്ക് നിങ്ങൾ പോകുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇൻഡ്യൂഷനാണ്. അപ്പോൾ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. പല ആൾക്കാരും ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം, ഒരുപാട് പ്രാർത്ഥിച്ചിരുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് എന്നാണ് കാണുന്നത്. നോക്കാം എന്താണ് നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നതെന്ന്. സൺ ഗാർഡാണ്. അപ്പോൾ നിങ്ങൾ കുറേ കാലം കൊണ്ട് ശരിക്കും ഒരു ഇരുട്ടിലായിരുന്നെങ്കിൽ അതൊന്ന് വെളിച്ചം വരണം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പല ആൾക്കാരും റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴത്തേക്കും ഒന്നും പറ്റാതെ ഇരുന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ റിലേഷൻഷിപ്പ് ഒരു യൂണിയൻ ആകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. അതും ഒരു സൺ വരുമ്പം അതിനും ഒരു പ്രകാശം വരുന്നുണ്ട്, വെളിച്ചം വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കാര്യം കിട്ടുന്നുണ്ട്. പിന്നെ പല ആൾക്കാർക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റണം എന്നായിരുന്നു എങ്കിൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റാനുള്ള പല വഴികളും നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾ പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് എത്തിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ പറഞ്ഞില്ല, കുറേ ആൾക്കാർ ഇത് വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന, ഒരുപാട് പ്രാർത്ഥിച്ചിരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ പേപ്പർ വർക്കൊക്കെ നടത്തി പെട്ടെന്ന് അത് തിരിച്ച് അങ്ങോട്ട് പോകാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ നടക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും, പിന്നെ ചില ആൾക്കാർക്ക് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധ്യതയുണ്ടെന്നും കാണുന്നുണ്ട്. എക്സാമിന് ചിലപ്പോൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത ആൾക്കാർ അവർ ഈ പ്രാവശ്യത്തെ ഒരു എക്സാം നിങ്ങൾക്ക് പാസ്സാകാനും സാധ്യതയുണ്ട്. അപ്പോൾ
എന്തായാലും ഈ നെക്സ്റ്റ് 1 വീക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പിയാണ് കിട്ടുന്നത്, വളരെ സന്തോഷമാണ്. പ്രതീക്ഷകളെല്ലാം പൂവണിയാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ തന്നെ ഏറ്റവും മാറ്റം വരുന്നൊരു സമയമായിരിക്കും ഈ ഒരു 1 വീക്ക്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, വിശ്വസിക്കുക. ഗൈഡൻസ് എന്താണോ കിട്ടുന്നത് അത് ഇവിടെ പറയുന്നു, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സാഹചര്യവുമായിട്ട് ബന്ധമുള്ള കാര്യമാണെങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്തത് നിങ്ങൾ വിട്ടേക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. നിങ്ങൾക്ക് ഈ ഒരു 1 വീക്കിൽ വരാനുള്ളത് എന്താണെന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിലൊന്ന് കോണ്ടാക്ട് ചെയ്യുക. ദയവായി നിങ്ങൾ വാട്സപ്പിൽ മാത്രം വിളിക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾ കോൾ വിളിക്കാൻ നോക്കരുത്, കാരണം ഭയങ്കര ഡിസ്റ്റർബാണ് അത്. കാരണം നമ്മൾ റീഡിങ് എടുക്കുന്ന സമയത്തായിരിക്കും മിക്കവാറും ഈ കോളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ദയവായി അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുക. അതിനാണ് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുള്ളത്. വാട്സപ്പ് നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്യുക പ്ലീസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.